താ ബശ്ലാം ലഹർഗ ദുമ ഉഹംഷീൻ വത്രേൻ ദിലേശാന സുറിയായ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 152-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പൗരസ്ത്യ സുറിയാനി വ്യാകരണ സഹായി എന്ന പുസ്തകത്തിലെ 3-ാം പാഠമാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉള്ളടക്കം. ഈ പാഠത്തിൽ 3 തരം ക്രിയകളെപ്പറ്റി പറയുന്നു. ദുർബലാക്ഷര ക്രിയകൾ, അത് വീക്ക് വെർബ്സ് 6 തരമുണ്ട്. ദൃഢാക്ഷര ക്രിയകൾ സ്ട്രോങ് വെർബ്സ്, അത് 3 തരമുണ്ട്. ഇരട്ടിപ്പ് ക്രിയ അതൊരെണ്ണം ജെമിനേറ്റ് വെർബ്. ഇങ്ങനെ 10 ക്രിയകൾ, മോഡൽ ക്രിയകളാണ് ഉള്ളത് 3 ഗ്രൂപ്പിലായിട്ട്. വീക്ക് വെർബ്സ്, സ്ട്രോങ് വെർബ്സ്, ജെമിനേറ്റ് വെർബ്. ഇതിൽ സ്ട്രോങ് വെർബ് 3 തരമുണ്ട്. ഈ 3 തരം സ്ട്രോങ് വെർബ്സിൻ്റെയും പാസ്റ്റ് ടെൻസിലുള്ള കോൺജുഗേഷൻസ്, ഭൂതകാല രൂപാന്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൃത്യമായ ഉള്ളടക്കം. ആദ്യത്തേത് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ 2ാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷരക്രിയ, അതാണ് 1ാമത്തേത്. ക്സൗ ആണ് അതിൻ്റെ ഉദാഹരണം. ഈ ക്സൗവിൻ്റെ കോൺജുഗേഷൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ തേർഡ് പേഴ്സൺ കോൺജുഗേഷൻ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതൊരിക്കൽ കൂടി കാണാം. ക്സൗ, ക്സൗൻ, കെസ്വസ്, ക്സവേൻ. ഇനി അതിൻ്റെ സമ്പൂർണ്ണ കോൺജുഗേഷൻ രൂപാന്തരങ്ങൾ നമുക്ക് കാണാം. ക്സൗ, he wrote. ക്സവൂൻ, they wrote. കെസ്വസ്, she wrote. ക്സവേൻ, they wrote. ക്സൗത്ത്, you wrote. ക്സൗത്തോൻ, you wrote. ക്സൗത്ത്, you wrote. ക്സൗത്തേൻ, you wrote. കെസ്ബേസ്, I wrote. ക്സൗനൻ, we wrote. ഇതാണ് ഇതിൻ്റെ സമ്പൂർണ്ണ രൂപാന്തരങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും ബഹുവചന രൂപങ്ങൾക്ക് പൂർണ്ണ രൂപവും ചുരുക്ക രൂപവുമുണ്ട്. തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും ബഹുവചനങ്ങൾക്ക് ഷോർട്ട് ഫോമും ഉണ്ട്, ലോങ്ങർ ഫോമും ഉണ്ട്. അത് രണ്ടും അറിഞ്ഞിരിക്കണം. ക്സവൂൻ എന്നുള്ളത് ക്സൗ എന്ന് അവസാനം വാവ് ചേർത്തും കൂടി എഴുതാം. ക്സവേൻ ഇതിൻ്റെയും അവസാനം യോത് ചേർത്ത് അല്ലെങ്കിൽ യോത് ചേർക്കാതെയും 2 തരത്തിൽ എഴുതാം. ക്സൗനൻ എന്നുള്ളത് ഷോർട്ട് ഫോമായി ക്സൗന് എന്നും എഴുതാറുണ്ട്. അപ്പോൾ ഈ ചുരുക്ക രൂപങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. തൃതീയ പുരുഷ സ്ത്രീലിംഗ ഏകവചന ക്രിയയുടെ അവസാന താവിന് താഴെ എല്ലായ്പ്പോഴും 2 കുത്തുകൾ ഉണ്ടായിരിക്കും. തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ പാസ്റ്റ് ടെൻസ് ക്രിയകളുടെ അവസാന താവിന് താഴെ 2 കുത്തുകൾ ഉണ്ടായിരിക്കും. കെസ്വസ്, ഷീ റോട്ട്. താവിൻ്റെ അടിയിലെ 2 കുത്തുകൾ അത് തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ആണെന്ന് സൂചിപ്പിക്കുന്നതാണ്. തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ക്രിയകളുടെ അവസാനത്തെ താവ് എപ്പോഴും സോഫ്റ്റായി സ് എന്നാണ് ഉച്ചരിക്കുന്നത്. അവസാനത്തെ തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലറിൻ്റെ അവസാനത്തെ താവ് സോഫ്റ്റ് സ്. കെസ് വസ്, കെസ് ബസ്, അവസാനത്തെ താവ് സോഫ്റ്റാണ്. കെസ് ബസ്, ഷീ റോട്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ ക്രിയകളുടെ അവസാനത്തെ താവും മൃദുവായി സ് എന്നാണ്. പ്രഥമ പുരുഷനിലെ ക്രിയകളുടെ അന്ത്യത്തെ താവ് എപ്പോഴും മൃദുവായി സ്. കെസ്ബേസ്, അവസാനത്തെ താവ് സ് ആണ്. കെസ്ബേസ്. തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും സിംഗുലറിൻ്റെ അവസാനത്തെ താവ് സ് എന്ന് സോഫ്റ്റാണ്. എന്നാൽ സെക്കൻഡ് പേഴ്സൺ ക്രിയകളുടെ അന്ത്യത്തിലെ താവ്, അത് മാസ്കുലിനായാലും ഫെമിനിനായാലും സിംഗുലറായാലും പ്ലൂറലായാലും
എല്ലായ്പ്പോഴും ത് എന്ന് ഹാർഡായിട്ടാണ്, കഠിനമായിട്ടാണ് ഉച്ചരിക്കുന്നത്. ക്സൗത്ത്, ക്സൗത്തോൻ, ക്സൗത്ത്, ക്സൗത്തേൻ. സെക്കൻഡ് പേഴ്സണിലെ അവസാനത്തെ താവ് സിംഗുലറും പ്ലൂറലും മാസ്കുലിനും ഫെമിനിനും എല്ലാം ഹാർഡായിട്ട് ത് എന്നാണ് ഉച്ചരിക്കുന്നത്. സ്ത്രീലിംഗ ബഹുവചന ക്രിയകൾക്ക് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന 2 കുത്തുകൾ നിർബന്ധമാണ്. എന്നാൽ പുല്ലിംഗ ബഹുവചന ക്രിയകൾക്ക് കുത്തുകൾ ഇടുന്ന പതിവ് ഇല്ല. ക്സവേൻ, ക്സൗത്തേൻ. ഇവിടെ ഫെമിനിൻ പ്ലൂറലുകൾക്കെല്ലാം സെക്കൻഡ് പേഴ്സൺ ആണെങ്കിലും തേർഡ് പേഴ്സൺ ആണെങ്കിലും ഫെമിനിൻ പ്ലൂറലുകൾക്ക് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന 2 കുത്തുകളുണ്ട്. എന്നാൽ അത് പുല്ലിംഗ ബഹുവചനങ്ങൾക്ക് എഴുതുന്ന പതിവ് ഇല്ല. ഒന്നുകൂടെ നമുക്ക് ക്സവിൻ്റെ കോഞ്ചുഗേഷൻ കാണാം. ക്സൗ, ക്സവൂൻ, കെസ്ബസ്, ക്സവേൻ, ക്സൗത്ത്, ക്സൗത്തോൻ, ക്സൗത്ത് വിത്ത് യോദ്, ക്സൗത്തേൻ, കെസ്ബേസ്, ക്സൗനാൻ. രണ്ടാമത്തെ തരം ദൃഢാക്ഷരക്രിയ, അതായത് ക്രിയയുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന മാതൃകയിലുള്ള ക്രിയ. അതിൻ്റെ ഉദാഹരണമാണ് സ്ലേക്ക്. തേർഡ് പേഴ്സൺ കോഞ്ചുഗേഷൻ സ്ലേക്ക്, സ്ലേക്കൂൻ, സെൽക്കസ്, സ്ലേക്കേൻ. ഇതിൻ്റെ സമ്പൂർണ്ണ രൂപാന്തരം നമുക്ക് കാണാം. സ്ലേക്ക്, സ്ലേക്കൂൻ, സെൽക്കസ്, സ്ലേക്കേൻ, സ്ലേക്ത്, സ്ലേക്തോൻ, സ്ലേക്ത് വിത്ത് യോദ്, സ്ലേക്തേൻ, സെൽക്കേസ്, സ്ലേക്നൻ. മൂന്നാമത്തെ മോഡൽ നിപ്പാൽ, നിപ്പൽ. ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ ആദ്യ അക്ഷരം നൂൻ വരുന്ന മാതൃകയിലുള്ള ക്രിയയാണ് നിപ്പൽ. നിപ്പൽ, നിപ്പലൂൻ, നെപ്പുലസ്, നിപ്പലേൻ. ഇത് തേർഡ് പേഴ്സൺ കോഞ്ചുഗേഷനാണ്. സമ്പൂർണ്ണ കോഞ്ചുഗേഷൻ നമുക്ക് കാണാം. നിപ്പൽ, നിപ്പലൂൻ, നെപ്പുലസ്, നിപ്പലേൻ, നിപ്പൽത്ത്, നിപ്പൽത്തോൻ, നിപ്പൽത്ത് വിത്ത് യോദ്, നിപ്പൽത്തേൻ, നെപ്പുലേസ്, നിപ്പൽനാൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് 3 തരം ദൃഢാക്ഷരക്രിയകളുടെയും ഭൂതകാലത്തിലുള്ള രൂപാന്തരങ്ങളാണ്. അത് ക്സൗ, രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ക്സൗ, രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന മാതൃകയിലുള്ള സ്ലേക്ക്, ആദ്യ അക്ഷരം നൂൻ വരുന്ന നിപ്പൽ. ഇങ്ങനെ 3 ക്രിയകളുടെ പാസ്റ്റ് ടെൻസ് കോഞ്ചുഗേഷനാണ് കണ്ടത്. എല്ലാവർക്കും വളരെയധികം നന്ദി. തൗദീ സംഗീ, താങ്ക്സ് എ ലോട്ട്.